ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് തിരുവാതിര നോയമ്പിൻ്റെ വിശേഷമാട്ടോ ബാക്കി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ തിരുവാതിര നോയമ്പിന് മാത്രം നമ്മൾ ഫുഡ് മാത്രം ഫാസ്റ്റിങ് പോരാ, നമ്മൾ ഉറങ്ങാതെ ഇരിക്കണം കേട്ടോ. അപ്പം ഇന്നലെ ഹോൾ നൈറ്റ് ഉറങ്ങാതിരുന്നു. ഇന്ന് 6 മണി വരെയായിരുന്നു തിരുവാതിര. അത്രയും നേരം ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നലെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ദശപുഷ്പം പറിച്ച് വെച്ചാണ് ഈ പാതിരാപ്പം എന്ന് പറയുന്നത്. അതൊക്കെ ചൂടി അത് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഉറങ്ങാതിരിക്കണം. അപ്പോൾ ദശപുഷ്പമൊക്കെ അമ്മ എനിക്ക് തലയിൽ വെച്ച് തന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഓരോരോ നാമമൊക്കെ ജപിച്ചു. പക്ഷേ നമ്മൾ ഈ ഉറങ്ങാതിരിക്കുമ്പോഴാണ് ഈ ടൈം എന്ത് സ്ലോ ആണെന്ന് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ഉണ്ടല്ലോ, വീട്ടിലൊരു മെഹന്തി കോൺ ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ. അതെടുത്ത് ആദ്യം ഞാൻ അമ്മേനെ പരീക്ഷണ വസ്തുവാക്കി ഒരു ഡിസൈൻ വരച്ചു കൊടുത്തു. അതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിൽ വരച്ചു തുടങ്ങി. ആദ്യം കുഞ്ഞ് ഡിസൈനായിരുന്നു കേട്ടോ. പക്ഷേ സമയം ഇഷ്ടം പോലെ കിടക്കുന്നത് കാരണം അത് ഞാൻ ആദ്യമേ ഒരു മണ്ഡല ആർട്ട് പോലെയാക്കി. അതിന് ശേഷം ഞാൻ ഫിംഗർ ടിപ്സിൽ വിട്ട് ഒരു 2-2:30 വരെ അങ്ങനെ കഴിച്ച് നീക്കി. പിന്നെ 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും കുളിക്കാൻ സമയമായി. കുളിക്കാൻ പോയി കേട്ടോ. അതിന് ശേഷം ഇന്ന് അമ്മ പറഞ്ഞതുപോലെയാണ് ഒരുങ്ങിയത്. അമ്മയും പാതിരാപ്പു ചൂടി വലിട്ട് കണ്ണെഴുതി, അതായിരുന്നു അമ്മയുടെ ഇൻസ്പോ. അപ്പോൾ ഇന്ന് ഒട്ടിക്കുന്ന പൊട്ട് കുത്തണ്ട, സിന്ദൂരം വെച്ച് പൊട്ട് കുത്തിയാൽ മതി. അപ്പോൾ മൊത്തത്തിലൊരു മഞ്ജു ചേച്ചിയുടെ ഹരിചന്ദന ആ പാട്ട് പോലെ ഇരുന്നു, മറ്റേ വട്ടപ്പൊട്ടും ഒക്കെ തൊട്ട്. അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ലൈറ്റായിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രമാണ് കേട്ടോ. പിന്നെ തിരുവാതിരപ്പുഴുക്ക് ഇന്നലെ ചിറ്റയുടെ അടുത്തായിരുന്നു ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലാട്ടോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോൾ ഉണ്ടല്ലോ നല്ല ഉറക്കം വരും, രാത്രിയിൽ ഉറക്കക്ഷീണം കാരണം. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാല കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്തു. അതിന് ശേഷം 6 മണിയൊക്കെ ആയപ്പോഴത്തേനും തിരുവാതിര നോയമ്പ് തീർന്നു. അപ്പോൾ പാരണ വീട്ടി നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിന് ശേഷം ഉറക്കം വരുന്നില്ല. അതാണ് അതിൻ്റെ മെയിൻ പോയിൻ്റ്. അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അതങ്ങനെയാണ്. നമ്മൾ ഉറങ്ങരുതെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഉറക്കം വരും, എന്നാൽ പിന്നെ ഇനി ഉറങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ ഉറക്കം വരത്തുമില്ല. അപ്പോൾ അങ്ങനെ ഒരു തിരുവാതിര നോയമ്പ് മൊത്തത്തിൽ ഈ വീക്ക് എനിക്കൊരു സ്പിരിച്വൽ വീക്കായിരുന്നു. ഏകാദശിയും തിരുവാതിരയൊക്കെ ആയിട്ട് ഒരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കാണാം. ബൈ.